ഹായ് ഫ്രണ്ട്സ്, ഇതിന്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓഫീസ്. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ബനാന ബോട്ടിന്റെ SPF 50. കഴിഞ്ഞ ഹോളിഡേക്കൊക്കെ പുറത്തോട്ട് അത്യാവശ്യം നല്ല ടാൻ ആണ് എന്റെ മുഖത്ത്. അപ്പൊ ഇനിയും കൂടെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് നല്ലതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ ടാൻ ഉണ്ട്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്ലൈ ചെയ്തു. മേക്കപ്പിൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. കയ്യിലുള്ള സാധനം വെച്ചിട്ട് അത്യാവശ്യം ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടാലേ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ്. നല്ല ഡ്രൈ ലിപ്പാണ് എന്റെ. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് ലിപ് ബാം അപ്ലൈ ചെയ്തു. ലെബലോയുടെ ആണ് ഇത്. മൊമോസോയുടെ ഒരു ഡീഹൈഡ്രേഷൻ ക്രീമാണ്. അത്യാവശ്യം ടിൻറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാനിത് ഇതിപ്പോ മൂന്നാമത്തെ ടിന്നാണ്. നല്ലതാണ്, റെഗുലർ യൂസിനും അടിപൊളിയാണ്. പിന്നെ യൂസ് ചെയ്ത കൺസീലറാണ്. ഇത് കൺസീലർ ആണെങ്കിലും ഞാൻ ഒരു ഫൗണ്ടേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. അതും നന്നായിട്ട് അപ്ലൈ ചെയ്തു. രണ്ടും കൂടി ഇട്ടപ്പോൾ കുറച്ച് വൈറ്റ് കൂടിപ്പോയോ എന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് BB ക്രീമും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പൊ ഇച്ചിരി വൈറ്റിനിങ് കൂടിയോന്നൊരു സംശയം ഉള്ളതുകൊണ്ട് മാത്രം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. BB ക്രീം ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിലി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് മറ്റേ ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പൗഡറാണ് എൻജാൻഡറിന്റെ പൗഡർ. അതിനടുത്ത് ഫുള്ള് താഴെ പോയി എന്നെ തുടയ്ക്കാതെ സമയമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കിടക്കട്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇട്ടു. അത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത് ഐലൈനറാണ്. ഐലൈനർ മെബിലൈൻ്റെ ഐലൈനറാണ്. നല്ല നീളമുള്ള ബ്രഷാണ്. എനിക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമേ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. മസ്കാര അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ പോകാൻ ഭയങ്കര പാടാണ്. ഞാൻ അത് അടച്ചപ്പോൾ അവിടെ എല്ലാം തെറിച്ചപ്പോൾ പൗഡറും ഐലൈനറും എല്ലാം വീണ് ആകെ കുളമായി. അതിന് വൈകിട്ട് വന്നിട്ട് ക്ലീൻ ചെയ്യാൻ എനിക്ക് സമയമുള്ളൂ. ഇത് ഹിമാലയയുടെ കജലാണ്. കുറച്ച് സ്മഡ്ജ് ചെയ്യും, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കോഫി കുടിച്ച് ചേർത്ത്. കാരണം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് കുടിച്ച് ചേർത്ത്. പിന്നെ ഐബ്രോ ഫിൽ ചെയ്തു. അത് സാധാരണ ഷാഡോ പാലറ്റിൽ ബ്രൗൺ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ബാക്കി കുറച്ച് ഞാൻ കണ്ണിന്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്തു. ലിപ്സ്റ്റിക്ക് മാമാർത്തിന്റെ ആണ്. ന്യൂഡ് ഷെയ്ഡാണ്. അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് ഞാൻ കുറച്ചെടുത്ത് ബ്ലഷ് ആയിട്ട് ഇച്ചിരി ഇട്ടു. കാരണം ഇച്ചിരി കൂടിപ്പോയോ എന്ന് പിന്നെ എനിക്ക് തോന്നിയോണ്ട് ഞാൻ ഫുള്ളി പിന്നെ തുടച്ചു കളഞ്ഞു. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഹെയർ ഒന്ന് കോംബ് ചെയ്യണം. പിന്നെ ഹെയർ ഞാനങ്ങനെ രാവിലെ വാഷ് ചെയ്യാറില്ല. വൈകിട്ട് വന്നിട്ടാണ് വാഷ് ചെയ്യുന്നത്. അധികം സമയമില്ല. ഏകദേശം 7:20 ആയി. പെട്ടെന്ന് ഇറങ്ങണം. അതുകൊണ്ട് പെട്ടെന്ന് വാഷ് റെഡിയായി. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു ഫിറ്റ് ചെക്ക് ചെയ്തു. പിന്നെ ബാഗിട്ടു. അപ്പം അത്രയേ ഉള്ളൂ.